ഒരു വേർബിൻ്റെ ഡിഫറൻറ്റ് ടെൻസസ് എന്ന് പറയുന്നത് പല സ്റ്റുഡൻസിനും ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ഡിഫറൻറ്റ് ടെൻസ് ഫോംസ് വരുമ്പോൾ അവിടെയൊക്കെ കൺഫ്യൂഷൻസ് വരാറുണ്ട്. എന്ത് സംശയങ്ങൾ വേർബിനെ പറ്റി ഉണ്ടെങ്കിലും അത് മാറുന്ന തരത്തിലുള്ള ഒരു ലെസണാണ് ഇത്. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ലെസൺ, ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് എഴുതിയിരിക്കുന്ന കാണുന്നില്ലേ? ഐ ലിവ് ഇൻ ദുബായ്, ഐ ലിവ്ഡ് ഇൻ ദുബായ്, ഐ ആം ലിവിങ് ഇൻ ദുബായ്, ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ്, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ്. ഇതിനൊക്കെ മീനിങ് വളരെ ഡിഫറൻ്റാണ്. ലിവ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് ഒരു വേർഡാണ്. ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക എന്നാണ് മീനിങ്. നമുക്ക് ആ ഒരു വേർബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ലെസണിൽ എല്ലാ എക്സാമ്പിൾസും പറയാം. ഓരോ ടെൻസ് ഫോമിലേക്ക് മാറുമ്പോൾ എന്താണ് അതിന് വ്യത്യാസം വരുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലെസണിൽ നിന്ന് മനസ്സിലാവും. ആദ്യം തന്നെ ഇതൊക്കെ ഏത് ടെൻസ് ഫോംസിലാണ് പെടുന്നത് എന്ന് നോക്കാം. ഐ ലിവ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ്. ഐ ലിവ്ഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്. ഐ ആം ലിവിങ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഐ ഹാവ് ലിവ്ഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആയി. ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ ലിവ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ താമസിക്കുന്നു. ഇത് ഒരു പെർമനൻറ്റ് സിറ്റുവേഷനാണ്. ഞാൻ അവിടെ സ്ഥിരമായി താമസിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഐ ലിവ് ഇൻ ദുബായ്. നോ ചേഞ്ച്, ഒരു മാറ്റവുമില്ല, അവിടെ താമസിക്കുന്നു. ഇവിടെ എപ്പോൾ അത് തുടങ്ങിയെന്നോ എപ്പോൾ അത് അവസാനിക്കുമെന്നോ എന്നും ഒരു പ്രാധാന്യവുമില്ല. ഐ ലിവ് ഇൻ ദുബായ് ആൻഡ് ഐ വർക്ക് ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ. ഞാൻ ദുബായിൽ താമസിക്കുകയും അവിടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ ആളുകളെയൊക്കെ കാണുമ്പോൾ ചോദിക്കാറില്ലേ, വേർ ഡു യു ലിവ് എന്ന്? എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അവിടെ ലിവ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്, താമസിക്കുന്നത്. അപ്പോൾ സ്ഥിരമായി താമസിക്കുന്നത് എവിടെ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ആം ലിവിങ് ഇൻ ദുബായ്. ഞാൻ ദുബായിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു, ഐ ആം ലിവിങ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് മീനിങ് ഉണ്ട്. ഒരു മീനിങ് ഐ ആം ലിവിങ് ദർ റൈറ്റ് നൗ, ഇപ്പോൾ ഞാൻ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു മീനിങ് ഉണ്ട്. പിന്നെ വേറൊരു മീനിങ് എന്താണെന്നറിയോ? അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അത് ഇറ്റ് മേ ചേഞ്ച്, അത് മാറാം. ഫോർ ദ ടൈം ബീയിങ്, ഇപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്നു. ഐ ആം ലിവിങ് റൈറ്റ് നൗ, ഐ ആം ലിവിങ് ഇൻ ദുബായ് റൈറ്റ് നൗ എന്ന ഒരു മീനിങ് ഉണ്ട്. ഐ ആം ലിവിങ് ഇൻ ദുബായ് ഫോർ ദ ടൈം ബീയിങ്, ഇപ്പോൾ തൽക്കാലത്തേക്കാണത് മാറാം എന്ന ഒരു മീനിങ് അവിടെയുണ്ട്. ഇറ്റ് മേ ചേഞ്ച് സൂൺ. അപ്പോൾ അവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നോട്ട് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, ഐ ആം കറൻ്റ്ലി ലിവിങ് ഇൻ ദുബായ്. കറൻ്റ്ലി മീൻസ് പ്രസൻ്റ്ലി, ഇപ്പോൾ, റൈറ്റ് നൗ. ഐ ആം ലിവിങ് ഇൻ ദുബായ് ബട്ട് ഐ ആം തിങ്കിങ് ഓഫ് മൂവിങ് നൗ. ബട്ട് ഐ ആം തിങ്കിങ് ഓഫ് മൂവിങ്. ഞാനിപ്പോൾ ദുബായിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഞാനത് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്നൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിനെപ്പറ്റി, അവിടെ നിന്നൊന്ന് മാറുന്നതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം തിങ്കിങ് ഓഫ് മൂവിങ്. ഐ ആം ലിവിങ് ഇൻ ദുബായ് അണ്ടിൽ ഐ ഫൈൻഡ് എ ജോബ് ബാക്ക് ഹോം. ഞാൻ നാട്ടിൽ ഒരു ജോലി കണ്ടെത്തുന്നത് വരെ ഐ ആം ലിവിങ് ഇൻ ദുബായ്. ഇവിടെ നോക്കൂ, ഈ സെൻറ്റൻസുകളിലൊക്കെ നിന്ന് വ്യക്തമാണ് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യത്തിനാണ് പറയുന്നത്. ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്ക് താമസിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ ആം ലിവിങ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് സിറ്റുവേഷൻ അല്ല. ഇനി നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഐ ലിവ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്, ഐ ലിവ് ഇൻ ദുബായ്, അത് പെർമനൻറ്റ് സിറ്റുവേഷനാണ്. ഇപ്പോൾ ഞാനവിടെ താമസിക്കുന്നു. പക്ഷേ ഐ ആം ലിവിങ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് മീനിങ്സ് ഉണ്ട്. ഐ ആം ലിവിങ് ഇൻ ദുബായ് റൈറ്റ് നൗ എന്ന മീനിങ് ഉണ്ട്. പിന്നെ വേറൊരു മീനിങ് എന്താ?
ഐ ആം ലിവിങ് ഇൻ ദുബായ് റൈറ്റ് നൗ ബട്ട് ഇറ്റ് മേ ചേഞ്ച്. അത് മാറാം, അത് ടെമ്പററി ആണ്, പെർമനൻ്റ് അല്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സിമ്പിൾ പ്രസൻറ്റ് ഐ ലിവ് എന്ന് പറയുമ്പോൾ അത് പെർമനൻറ്റ് സിറ്റുവേഷനാണ്. ഐ ആം ലിവിങ് എന്ന് പറയുമ്പോൾ അത് ടെമ്പററി ആണ്. ഇനി നമുക്ക് അടുത്ത ടെൻസ് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഐ ലിവ്ഡ് ഇൻ ദുബായ്. ഞാൻ ദുബായിൽ താമസിച്ചു. താമസിച്ചു മീൻസ് ഒരു അറ്റ് സം പോയിൻ്റ് ഇൻ ദ പാസ്റ്റിൽ ഭൂതകാലത്തിൽ ഏതോ ഒരു സമയത്ത് ഞാനിവിടെ താമസിച്ചു എന്നാണ്. ഐ ലിവ്ഡ് ഇൻ ദുബായ്. ലിവ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് അത്, ലിവ്ഡ്. അപ്പോൾ ഇപ്പോൾ ഞാനവിടെ താമസിക്കുന്നില്ല. പ്രസൻറ്റ് കണ്ടീഷൻ എന്താ? ഞാനിവിടെ താമസിക്കുന്നില്ല. ആ ഒരു ആക്ഷൻ ഫിനിഷ്ഡ്, അതൊരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. അത് ഡിസ്കണക്റ്റഡ് ഫ്രം ദ പ്രസൻറ്റ് മൊമെൻറ്റും ആയിട്ട് അതിനൊരു ബന്ധവുമില്ല. അത് കഴിഞ്ഞുപോയി, ഫിനിഷ്ഡ്, കംപ്ലീറ്റ്. ഐ ലിവ്ഡ് ഇൻ ദുബായ് 5 years ago. 5 കൊല്ലം മുമ്പ് ഞാൻ ദുബായിൽ താമസിച്ചു. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയുന്നുണ്ട്, 5 കൊല്ലം മുമ്പ്. ഇനി അവിടെ 5 കൊല്ലം മുമ്പ് എന്ന് പറയണമെന്ന് നിർബന്ധമില്ല, അത് ഓപ്ഷണൽ ആണ്. ഐ ലിവ്ഡ് ഇൻ ദുബായ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അത് രണ്ടും കൂടി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഐ ലിവ് ഇൻ ദുബായ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഇപ്പോൾ ഞാനവിടെ താമസിക്കുന്നു. ഐ ലിവ് ഇൻ ദുബായ് പെർമനൻറ്റ് സിറ്റുവേഷൻ. ഐ ലിവ്ഡ് ഇൻ ദുബായ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. ഇപ്പോൾ ഞാനവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല, അത് പാസ്റ്റിൽ കഴിഞ്ഞുപോയി. ഫിനിഷ്ഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായില്ലേ? പ്രസൻറ്റ് സിമ്പിൾ ആൻഡ് പാസ്റ്റ് സിമ്പിൾ. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ്, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് എന്ന് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലിവ്ഡ് എന്നത് സെക്കൻഡ് ഫോമാണ്. അതുപോലെ തന്നെ തേർഡ് ഫോം ലിവ്ഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിനർത്ഥം ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്നല്ലേ. ഇപ്പോൾ നമ്മളവിടെ താമസിക്കുന്നുണ്ടോ? 2 തരത്തിലും പറയാം. ഇപ്പോൾ ഞാൻ ദുബായിലാണ്, എനിക്ക് പറയാം ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറയാം. ഇനി അതല്ലാതെയും പറയാം, ഞാൻ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, പക്ഷേ എൻ്റെ ഒരു പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ് എങ്കിലും എനിക്കത് പറയാം. 2 തരത്തിലും ആകാം. ഇപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാം, ആൻസർ ഇല്ല എന്നും പറയാം. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അത് ആ ഒരു സന്ദർഭം, ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറയുകയാണ് ഞാൻ, പക്ഷേ ഞാനിപ്പോൾ ദുബായിൽ താമസിക്കുന്നില്ല. അതെപ്പോഴാണ് പറയുന്നത്? പക്ഷേ ആ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്നത് എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് അതിന് കണക്ഷനുണ്ട്. കാരണം എന്താ? അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് തന്നെയല്ലേ? അപ്പോൾ അതെൻ്റെ എക്സ്പീരിയൻസായി മാറുകയാണ്. ഒരു പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം ഇപ്പോൾ അത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ്. ഇത് പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് അതിന് കണക്ഷനുണ്ട്. ഇപ്പോഴും എനിക്കത് പറയാൻ പറ്റുന്നല്ലോ, ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴും പറയാം എനിക്ക്, ഇപ്പോൾ ഞാൻ ദുബായിലല്ലെങ്കിലും. അതാണ്. അപ്പോൾ ഞാൻ ദുബായിലല്ല, പിന്നെ ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പക്ഷേ പ്രസൻറ്റ് മൊമെൻറ്റുമായി കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാനിപ്പോൾ ദുബായിലാണ് എന്ന് കരുതുക. അപ്പോഴും എനിക്ക് പറയാം ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് സോ ഐ ക്യാൻ സ്പീക്ക് അറബിക്. ഇവിടെ ഞാനിപ്പോൾ ദുബായിലല്ല എങ്കിലും ഞാൻ പറയുകയാണ് ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് സോ ഐ ക്യാൻ സ്പീക്ക് അറബിക്. ഇപ്പോൾ എനിക്ക് അറബിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അന്നത്തെ ആ പാസ്റ്റിലെ ആ ഒരു കാര്യത്തിന് എനിക്കിപ്പോഴും പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ലിവിങ് എബ്രോഡ്? നിങ്ങൾക്ക് എബ്രോഡ് ഫോറിൻ കൺട്രീസിലൊക്കെ താമസിച്ച ഒരു പരിചയമുണ്ടോ എന്ന്. അപ്പോൾ മുൻപ് ഞാൻ താമസിച്ചിട്ടുണ്ട്, അപ്പോൾ അതെനിക്ക് പറയാമല്ലോ. അപ്പോൾ എനിക്ക് പറയാം യെസ് ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 3 years. ഞാൻ ദുബായിൽ 3 years താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് ആണിപ്പോൾ.
അങ്ങനെ ഒരു പാസ്റ്റിൽ കഴിഞ്ഞു പോയി, പക്ഷേ ഇപ്പോഴും പ്രസക്തിയുണ്ട്, അപ്പോഴും നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അവിടെ താമസിക്കണമെന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാം. ഇനി അതല്ലാതെയും നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ദുബായിൽ താമസിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇത് 2025 ആണ്. 2022 മുതൽ ഞാനവിടെ താമസിക്കുകയാണ്. അപ്പോഴും ഇപ്പോൾ ഞാൻ ദുബായിലാണ്. അപ്പോൾ എനിക്ക് പറയാം ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് ഫോർ 3 years. അപ്പോഴും എനിക്ക് പറയാം. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ എവിടെയാണ് എന്നത് പ്രസക്തമല്ല. 2 തരത്തിലും ഇത് ഉപയോഗിക്കാം. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് പാസ്റ്റിൽ കഴിഞ്ഞു പോയി, ഇപ്പോൾ ദുബായിലല്ലെങ്കിൽ അങ്ങനെ പറയാം. അതല്ല, ദുബായിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഇപ്പോൾ 3 years ആയി, അപ്പോൾ ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് ഫോർ 3 years എന്ന് പറയാം. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഐ ലിവ്ഡ് ഇൻ ദുബായ്, അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഐ ലിവ്ഡ് ഇൻ ദുബായ്. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നുണ്ടോ അവിടെ? ഇല്ല. കംപ്ലീറ്റ്, അത് ഫിനിഷ്ഡ്. പ്രസൻറ്റ് മൊമെൻറ്റുമായി അതിന് ഒരു കണക്ഷനും ഇല്ല. അതേസമയം ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ 2 മീനിങ് ഉണ്ട്. ഒന്ന്, ഇപ്പോൾ ഞാനവിടെ താമസിക്കുന്നില്ല. അത് ഒരു എക്സ്പീരിയൻസ് പറയുകയാണ് ഞാൻ. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ്, ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട്, അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നില്ല. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് സോ ഐ ക്യാൻ സ്പീക്ക് അറബിക്. ഇനി വേറൊരു മീനിങ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ താമസിക്കുന്നു ദുബായിൽ. അതെപ്പോഴാണ് പറയുന്നത്? കാരണം ഇപ്പോഴും ഞാൻ താമസിക്കുകയാണ്, ഇപ്പോഴും എനിക്ക് ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്നോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. ഞാനിപ്പോൾ ദുബായിലാണെങ്കിലും ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്ക് പറയാം ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ്. അത് ഫിനിഷ്ഡ് ഓർ അൺഫിനിഷ്ഡ് ആക്ഷൻ ആകാം. അവിടെ ഒരു എൻഡ് ടൈം ഇല്ല, നമുക്കറിയില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് സിൻസ് 2022 മുതൽ ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. അത് ഓൺ ഗോയിങ് ആണ്, അൺഫിനിഷ്ഡ് ആണ്. 2020 മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു, അത് ഇപ്പോഴും ഉണ്ട്, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് ഓൾ മൈ ലൈഫ്. ജീവിതം മുഴുവൻ ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോഴും ഞാൻ ദുബായിൽ തന്നെയാണ് എന്നാണ്. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് ഓൾ മൈ ലൈഫ്. ഇപ്പോഴും ദുബായിലാണ് എന്നൊരവസ്ഥയിലാണ് അത് പറയുന്നത്. ഇപ്പോൾ 2 തരത്തിൽ 2 മീനിങ് പഠിച്ചല്ലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ. ഈ 2 മീനിങ്സ് കൂടി നമുക്കൊന്ന് ഒരു റിവ്യൂ നടത്താം. ഐ ഹാവ് ലീവ്ഡ് ഇൻ ദുബായ് ഫോർ 2 years എന്ന് പറയുമ്പോൾ അവിടെ മീനിങ് ഇപ്പോൾ ഞാൻ ദുബായിൽ താമസിക്കുന്നില്ല, ആ ഒരു മീനിങ് ഉണ്ട്. അത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അതിന് പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. പ്രസൻറ്റ് മൊമെൻറ്റിൽ എപ്പോൾ ചോദിച്ചാലും എനിക്ക് പറയാമല്ലോ ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനിപ്പോഴും പ്രസൻറ്റ് ടൈമിലും അതിന് പ്രസക്തിയുണ്ട്. ഇനി വേറൊരു മീനിങ് കൂടിയില്ലേ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന്? ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും താമസിക്കുന്നു എന്നർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ദുബായിലാണ്, അതുകൊണ്ടാണ് ചൈൽഡ്ഹുഡ് മുതൽ, അതായത് കുട്ടിക്കാലം മുതൽ ഞാനിവിടെ ഉണ്ട്. ഇവിടെ അത് ഓൺ ഗോയിങ് ആക്ഷനാണ്, അത് കഴിഞ്ഞിട്ടില്ല. പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല നമ്മൾ പറയുന്നത്, ഇപ്പോഴും ദുബായിലാണ്. അപ്പോൾ 2 മീനിങ്സ് ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് 2 തരത്തിലും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ 2 മീനിങ് 2 കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതലും കൺഫ്യൂസിങ് ആവുന്നത്. പല സ്റ്റുഡൻസിനും ഇത് കൺഫ്യൂസിങ് ആണ്. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് പറയുന്നതാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, എങ്കിലും അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇവിടെയും 2 മീനിങ്സ് ഉണ്ട്. ഒന്നാമത്തെ മീനിങ് എന്താണ്? ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 2 years എന്ന് പറയുമ്പോൾ 2 കൊല്ലത്തിന് മുൻപേ ഞാൻ ദുബായിൽ താമസം സ്റ്റാർട്ട് ചെയ്തു. അവിടെ അന്ന് മുതൽ ഇപ്പോൾ വരെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ആ ഒരു ഡ്യൂറേഷനാണ് ഇമ്പോർട്ടൻസ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 2 years. അപ്പോൾ 2 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കാണിക്കുമ്പോഴാണ് നമ്മൾ ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് ഉപയോഗിക്കുന്നത്. ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് തന്നെയാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഡ്യൂറേഷനാണ് ഇമ്പോർട്ടൻസ്. 10 years മുമ്പ് ഞാനിവിടെ വന്നു, താമസം തുടങ്ങി, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നു. 10 years മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അതിപ്പോഴും. അപ്പോൾ അതൊരു ഓൺ ഗോയിങ്, അത് ആ ഒരു ഡ്യൂറേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മാത്രമല്ല അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരെ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ദുബായിലാണ്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഡ്യൂറേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് ഉപയോഗിക്കുന്നത്. അത് ഒരു പെർമനൻറ്റ് സിറ്റുവേഷനും കൂടിയാണ്. നമുക്കൊരിക്കലും ഐ ലിവ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയാൻ പറ്റില്ല. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഡ്യൂറേഷന് തന്നെയാണ്. ഐ ലിവ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അത് പെർമനൻറ്റ് കണ്ടീഷൻ ആണെങ്കിലും അവിടെ ആ ഡ്യൂറേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പ്രസൻറ്റ് സിമ്പിൾ ആകുമ്പോൾ ഐ ലിവ് ഇൻ ദുബായ് എന്ന് പറയുന്നതും ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് എന്ന് പറയുന്നതും വളരെ ഡിഫറൻ്റാണ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years, ഐ ലിവ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയില്ല. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years. ഡ്യൂറേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐ ഹാവ് ബീൻ ലിവിങ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി വളരെ ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, പക്ഷേ അവിടെ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആകുമ്പോഴാണ് അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ ദ പാസ്റ്റ് 3 months, ബട്ട് ഐ മൈറ്റ് റീലൊക്കേറ്റ് സൂൺ. അപ്പോൾ ഞാൻ 3 months ആയിട്ട് ഇവിടെ താമസിക്കുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ മാറും, റീലൊക്കേറ്റ് ചെയ്യും, മീൻസ് ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും, ഞാൻ ഇവിടെ നിന്ന് മാറും. അപ്പോൾ അവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആ ഒരു ഡ്യൂറേഷൻ 3 months ഉള്ളൂ. അത് ഒരു ഓൺ ഗോയിങ് ആക്ഷൻ ആണെങ്കിലും 3 months ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിലും അതൊരു നോൺ പെർമനൻറ്റ് കണ്ടീഷനാണ്, സ്ഥിരമായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠിച്ചല്ലോ, അതും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലൊന്ന് റിവ്യൂ ചെയ്യാം. ഐ ആം ലിവിങ് ഇൻ ദുബായ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിനർത്ഥം ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു, റൈറ്റ് നൗ, ഞാനിപ്പോൾ ദുബായിലാണ്. പിന്നെ വേറൊരു മീനിങ് കൂടി അതിനുണ്ട്, ഇറ്റ് മേ ചേഞ്ച് സൂൺ, അത് മാറാം, അത് ടെമ്പററി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്ന മീനിങ്ങും കൂടി അതിനുണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years. അവിടെ പെർമനൻറ്റ് കണ്ടീഷനാണ്, ഒരു ലോങ് ഡ്യൂറേഷൻ ഉണ്ട്, ഇപ്പോഴും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ ദ പാസ്റ്റ് 3 months എന്ന് പറയുമ്പോൾ 3 months എന്നത് വളരെ ചെറിയ ഒരു ഡ്യൂറേഷനാണ്, പക്ഷേ അതിനൊരു ടെമ്പററി സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പെർമനൻറ്റ് സിറ്റുവേഷനിൽ ഉപയോഗിക്കാം, ലോങ് ഡ്യൂറേഷനോടുകൂടി, അതേസമയം ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷനിലും വളരെ ചെറിയ ഡ്യൂറേഷനോടുകൂടിയും ഉപയോഗിക്കാം. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 10 years, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ 10 years ഞാൻ ദുബായിൽ താമസിച്ചിട്ടുണ്ട്. ഇത് 2 മീനിങ്ങിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയാണ്, അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഞാൻ ദുബായിൽ ആണെങ്കിലും പറയാം, അല്ലെങ്കിലും പറയാം. അല്ലെങ്കിൽ എങ്ങനെയാണ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി ദുബായിലാണെങ്കിലും എനിക്ക് പറയാം ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 10 years എന്ന്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. 2 തരത്തിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദുബായിലാണെങ്കിലും എനിക്ക് പറയാം, അല്ലെങ്കിലും പറയാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഇത്തരം ഒരു ക്ലാരിറ്റി കുറവൊന്നും വരില്ല. കാരണം ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ മുൻപ് മുതൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും താമസിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ദുബായിലാണ്
എന്ന മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ദുബായിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. ദുബായിലാണെങ്കിൽ മാത്രമേ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 10 years എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ അത്തരത്തിൽ വളരെ ക്ലിയറാണ്. പറയുമ്പോൾ ഇപ്പോൾ എവിടെയാണ് എന്ന് ക്ലിയർ ആവണമെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇപ്പോഴും ദുബായിലാണ്. കുറേ കാലം മുമ്പ് 10 years മുമ്പ് ഞാനിവിടെ വന്നു, അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഞാൻ ദുബായിലാണ് എന്ന മീനിങ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ സമ്മറി നോക്കാം. ഐ ലിവ് ഇൻ ദുബായ്. ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതിന് എക്സാമ്പിൾ, ഐ ലിവ് ഇൻ ജപ്പാൻ ആൻഡ് ഐ വർക്ക് ആസ് എ ടീച്ചർ. ഐ ആം ലിവിങ് ഇൻ ദുബായ്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, പെർമനൻറ്റ് സിറ്റുവേഷൻ അല്ല. അങ്ങനെ ഒരു മീനിങ് അതിനുണ്ട്, അങ്ങനെ ഒരു ഉപയോഗം അതിനുണ്ട്. മാത്രമല്ല, ഓൺ ഗോയിങ് ആക്ഷൻസ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം ലിവിങ് ഇൻ ദുബായ് ഫോർ വർക്ക് ബട്ട് ഐ മൈറ്റ് ലീവ് നെക്സ്റ്റ് ഇയർ. ഞാൻ ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ അടുത്ത കൊല്ലം അവിടെ നിന്ന് മാറിയേക്കാം എന്നാണ്. അപ്പോൾ അത് ടെമ്പററി ആയിട്ടുള്ള അത് തൽക്കാലത്തേക്കുള്ള ഒരു സിറ്റുവേഷനാണ്, പെർമനൻ്റ് അല്ല. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം കറൻ്റ്ലി ലിവിങ് ഇൻ ദുബായ്. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. റൈറ്റ് നൗ അതൊരു ഓൺ ഗോയിങ് ആക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഐ ലിവ്ഡ് ഇൻ ദുബായ്. അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. ഇത് ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റിൽ നടന്ന, കഴിഞ്ഞുപോയ ഒരു കാര്യം, കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറയണം എന്ന് നിർബന്ധം ഇല്ല, അത് ഓപ്ഷണൽ ആണ്. എക്സാമ്പിൾ നോക്കൂ. ഐ ലിവ്ഡ് ഇൻ ദുബായ്, കംപ്ലീറ്റഡ് ആക്ഷനാണ്. ഐ ലിവ്ഡ് ഇൻ ദുബായ് 3 years ago. 3 years ago എന്ന ഒരു ടൈം, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം അവിടെ പറഞ്ഞിരിക്കുന്നു. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് പാസ്റ്റ് ആക്ഷൻ ആണ്, പക്ഷേ ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്. പാസ്റ്റ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് റിസൾട്ട് ആണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു കാര്യം കഴിഞ്ഞു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 5 years, സോ ഐ ക്യാൻ സ്പീക്ക് അറബിക്. പിന്നെ ഒരു അൺഫിനിഷ്ഡ് ആക്ഷൻ കാണിക്കുന്നതിനും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അവിടെ നമുക്ക് ഫോർ അല്ലെങ്കിൽ സിൻസ് ഒക്കെ ഉപയോഗിക്കാം. ഐ ഹാവ് ലിവ്ഡ് ഇൻ ദുബായ് ഫോർ 5 years ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്. ഞാൻ 5 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ദുബായിലാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്, ഞാൻ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ഒരു ഓൺ ഗോയിങ് ആക്ഷനാണ്. മാത്രമല്ല അവിടെ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ഡ്യൂറേഷനാണ്. ഓൺ ഗോയിങ് ആക്ഷൻസ്, ഫോക്കസ് ഓൺ ഡ്യൂറേഷൻ. അത് ചിലപ്പോൾ ടെമ്പററി ആവാം, അതല്ലെങ്കിൽ പെർമനൻ്റ് ആകാം. ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതല്ല ലോങ് ഡ്യൂറേഷനാണ് പറയുന്നതെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ ആണ് പറയുന്നത്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് സിൻസ് 2014. ഇവിടെ ഒരു ലോങ് ഡ്യൂറേഷനാണ്. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദുബായ് ഫോർ 3 months ബട്ട് ഐ മൈറ്റ് ലീവ് സൂൺ. അങ്ങനെ പറയുമ്പോൾ ഐ മൈറ്റ് ലീവ് സൂൺ, ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോയേക്കാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ആക്ഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.